നമസ്കാരം. എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ ഒരു അക്കാദമിക് ഇയറിൽ നമ്മുടെ സ്കൂളിന് സ്പോർട്സിന്റെ രംഗത്ത് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്? ഈ അക്കാദമിക് ഇയറിൽ വളരെ വലിയ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം സാധാരണ വർഷങ്ങളെ പോലെ അല്ല, 5ഓളം നാഷണൽ താരങ്ങൾ നമുക്കുണ്ടായി. അതിൽ തന്നെ 2 ഗോൾഡ് മെഡൽ നമുക്ക് നാഷണൽ ലെവലിൽ കിട്ടി. അതേപോലെ 1 സിൽവർ മെഡലും കിട്ടി. അതിനേക്കാളും വലിയൊരു നേട്ടമായിട്ട് നമുക്ക് ഈ വർഷം തോന്നുന്നത്, ആദ്യമായിട്ട് നമ്മുടെ ഒരു അത്ലറ്റ് സ്റ്റേറ്റ് ലെവലിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. അമേച്ചർ മീറ്റിൽ 100 റിലേ മത്സരത്തിൽ നമ്മുടെ കുട്ടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. മാത്രമല്ല മാർഷൽ ആർട്സ് വിഭാഗത്തിലും മറ്റുമൊക്കെ ആയിട്ട് ഏകദേശം 18ഓളം കായിക താരങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തു. ഒരു നാഷണൽ യൂത്ത് ഫുട്ബോളിലും പങ്കെടുത്ത ഒരു കുട്ടിയും അങ്ങനെ സ്റ്റേറ്റ് പ്ലേയേഴ്സ് തന്നെ നമുക്ക് ഒരുപാട് ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു നേട്ടമാണ് ഈ വർഷം. പ്രത്യേകിച്ച് സബ് ജില്ലാ തലത്തില് നമ്മളെ കുട്ടികൾ 1ാം സ്ഥാനം തുടർച്ചയായി നേടിയിട്ടുണ്ട്. LPയിലും മികച്ച നേട്ടമാണ്. ജില്ലാതലത്തിൽ അമേച്ചർ മീറ്റിലും സ്കൂൾ മീറ്റിലും ഒക്കെ നല്ല പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മുടെ സ്കൂളിൽ കുറെ അക്കാദമികൾ ഈ വർഷം സ്കേറ്റിംഗ് ഉൾപ്പെടെയുള്ള അതിന്റെ കൂടുതൽ കാര്യങ്ങൾ സവാദ് മാസ്റ്റർ പറയും. 2019 തൊട്ട് മാർഷൽ ആർട്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ 2 വർഷം മുന്നേ ടാഫ ഫുട്ബോൾ അക്കാദമി സ്റ്റാർട്ട് ചെയ്തു. ഈ വർഷം പുതിയതായിട്ട് നമ്മളൊക്കെ ഒരു ആഗ്രഹം സ്കേറ്റിംഗ് നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരിക എന്നുള്ളത്. അത് ഈ വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്തു. 100ന്റെ അടുത്ത് കുട്ടികൾ അതിൽ പരിശീലനം നേടുന്നുണ്ട്. ഈ വർഷം നമ്മൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് നമ്മുടെ സമീപത്തെ LP സ്കൂളുകളിൽ വെച്ച് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ 5ാം ക്ലാസ്സിലേക്ക് വരുന്ന നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് നമ്മളെ കോച്ചിങ് ക്യാമ്പിലേക്ക് എടുത്ത് ഈ വർഷം നമ്മൾ യൂത്ത് ലീഗ് കളിച്ച പോലെ തന്നെ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ പേരെ യൂത്ത് ലീഗ് കളിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി മാറ്റാൻ നമ്മൾ ശ്രമം നടത്തുന്നുണ്ട്. മൊത്തത്തിൽ സ്പോർട്സ് മേഖലയിൽ നമ്മൾ നല്ലൊരു ഉണർവാണ് ഉള്ളത്. കായികാധ്യാപകൻ സവാദ് മാഷും മറ്റു നമ്മുടെ കോച്ചസും ഒക്കെ ചേർന്ന് നല്ലൊരു മാറ്റാണ് നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അടുത്ത വർഷം ഇതിനേക്കാൾ ഉപരി മാക്സിമം കുട്ടികൾക്ക് അവസരം കൊടുത്ത് നമ്മൾ കൂടുതൽ മെഡലുകളും അവർക്ക് കൂടുതൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്തും. വരും വർഷങ്ങളിൽ ഞങ്ങളൊരു ചെറിയൊരു പ്ലാനും കൂടി ഉണ്ട്. പിന്നെ എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം, അതുപോലെ തന്നെ സൈക്ലിങ്ങും നമ്മളൊരു പ്ലാനിങ്ങിലുണ്ട്. പിന്നെ ഇത് അറിയാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും ചെയ്യാന്നുള്ളത് വരും വർഷങ്ങളിൽ നമുക്ക് നടപ്പിലാക്കണം. നമ്മുടെ ഈ ഒരു കൊച്ചു ലോകത്തേക്ക് നമ്മൾ ഫെബ്രുവരി 7-ന് നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും ഞങ്ങൾ ക്ഷണിക്കാണ്. അഡ്മിഷൻ രാവായിട്ട് നമ്മൾ നടത്തുകയാണ്. അഡ്മിഷൻ നൈറ്റ് ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാക്സിമം കുട്ടികളെ നമ്മുടെ 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ളൊരു സ്ഥിതി ഉണ്ടാക്കുക. അതേപോലെ നല്ല മികച്ച ഒരു പഠനാന്തരീക്ഷവും അതേപോലെ അക്കാദമികേതര പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ സ്കൂൾ നടത്തുന്നത്. പുതിയ കുറെ അധ്യാപകരും പഴയ അധ്യാപകരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള നമ്മുടെ ഈ സ്കൂളിന്റെ പ്രവർത്തനവും അക്കാദമിക രംഗത്ത് മികച്ച നേട്ടമുണ്ടായി. അതേപോലെ സ്പോർട്സ് രംഗത്തും നമ്മൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരെയും ഫെബ്രുവരി 7ലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രോഗ്രാം. കുട്ടികളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അവർക്ക് റിഫ്രഷ്മെന്റ് ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെ? എല്ലാ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഞങ്ങൾ ഫെബ്രുവരി 7-ന് ശനിയാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്.